നമസ്കാരം, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലിട്ട അതേ ഡ്രസ്സ് ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ വീഡിയോ തുടർന്ന് എടുക്കുന്നത്. അപ്പം ഞാൻ പറയാൻ വന്ന നമ്മുടെ സ്വന്തം വയനാട് അല്ലേ, നമ്മുടെയൊക്കെ നെഞ്ചിൽ ആ ഒരു പേര് കേൾക്കുമ്പോഴേ നമുക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ, നൊമ്പരമായിട്ട് നമുക്ക് കിടക്കുവാണ്. അപ്പോൾ ഞാൻ വയനാട്ടിൽ നിന്നും ഞാൻ പറയുകയാണെങ്കിൽ എക്സാക്ട്ലി പറഞ്ഞാൽ മാർച്ച് 23-ാം തീയതി 24-ാം തീയതി തോന്നുന്നു, അതെ, ഞാൻ വയനാട് ചെന്നു. കാരണം എന്ന് വെച്ചാൽ ഈ വർഷം 2024 ഞാനൊരു സർവേ വർക്ക്, ഞങ്ങൾ കുറച്ച് പേര് സർവേ വർക്ക് ചെയ്യാനായിട്ട് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുത്ത് നമുക്ക് ഓക്കെ വന്നോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഡിഗ്രി അറ്റ്ലീസ്റ്റ് ഡിഗ്രി എങ്കിലും വേണ്ടി വരുന്ന ഒരു വർക്കാണെന്ന് വെച്ചാൽ ടാബ് കൈകാര്യം ചെയ്യാം. ഡിഗ്രി ഒന്നും വേണമെന്നില്ല, 10ാം ക്ലാസ് പാസ്സായാലും മതി, അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ പോയ ആൾക്കാർക്കായാലും കൈകാര്യം ചെയ്യാം. പക്ഷെ അവർ വെച്ചിരുന്ന അതാണ്. അപ്പോൾ സർവേ നാഷണൽ സർവേ ആണ് കേട്ടോ, പക്ഷെ അത് പ്രൈവറ്റ് ഏജൻസീനെ ഏൽപ്പിച്ച് ചെയ്യുന്ന. അപ്പോൾ ഞാൻ വയനാടായിരുന്നു, അതിൻ്റെ ട്രെയിനിങ്ങും സ്റ്റാർട്ടിങ് വർക്കൊക്കെ വയനാടായിരുന്നു. പിന്നെ അട്ടപ്പാടി ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി പബ്ലിക്കായിട്ട് ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുകൊണ്ടാണ് ഇട്ട വീഡിയോ ഒക്കെ കളഞ്ഞത്. ഇനിയിപ്പോൾ ഇപ്പോൾ പറയുന്നേ ഉള്ളൂ കേട്ടോ, നാഷണൽ സർവേ ആണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തോ എനിക്കറിയില്ല, അങ്ങനെയൊക്കെ പറയണ്ടെന്ന് പറഞ്ഞിരുന്നു നമ്മൾ ചെയ്യുന്ന വർക്കിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ പോഷകാഹാരത്തെക്കുറിച്ചൊക്കെയാണ് ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വീടുകളിൽ പോയി അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൽപ്പറ്റയിലാണ് ഒരു 1.5 ആഴ്ച ഉണ്ടായത് ട്രെയിനിങ്. അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിലായിരുന്നു ട്രെയിനിങ്. അത് കഴിഞ്ഞ് ഞാൻ 3-ാം ദിവസമാണ് ചെന്നത് ട്രെയിനിങ്ങിൻ്റെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് വർക്കിന് ഇറങ്ങേണ്ടി വന്നു. പിറ്റേ ദിവസം വർക്കിന് പോയപ്പോൾ ആദ്യം സാർമാരൊക്കെ ഒന്ന് പറഞ്ഞു തന്നു, കൂടെ വരികയൊക്കെ ചെയ്തു. പിന്നെ സൂപ്പർവൈസേഴ്സ് ഓൾസോ നമ്മുടെ കൂടെ ഉണ്ടാകും. പിന്നെ നമ്മൾ കൽപ്പറ്റയാണ് 1.5 ആഴ്ച താമസിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മേപ്പാടി പോയി. പിന്നെ ഈ പല പേരുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. ആനപ്പാറ പോയിട്ടുണ്ട്, ആനപ്പാറ, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആനപ്പാറ ആദ്യത്തെ ദിവസം 2ാമത്തെ ദിവസം കണ്ട് ആനപ്പാറയിൽ പോയത്. ഫസ്റ്റ് ഡേ ആവാൻ സംശയമുണ്ട്. എന്താ പറയുക, നമുക്കതൊരു വിഷമം മനസ്സിന് ഓർക്കുമ്പോൾ ഒരു വിഷമം. അതുപോലെ മേപ്പാടി. പിന്നെ ഈ പറഞ്ഞ ഏതെങ്കിലും ഈ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ 20 ദിവസത്തോളം 19 ദിവസം ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 ദിവസം വയനാട്ടിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു, അട്ടപ്പാടി ഉണ്ടായിരുന്നു. അട്ടപ്പാടിയിൽ ഒരു 4-5 ദിവസം, 4ാം ദിവസമാണോ പോകുന്നത്, പിറ്റേ ദിവസം പോന്നു. പിറ്റേ ദിവസം രാവിലെ 4 ദിവസം കഴിഞ്ഞ് 5ാം ദിവസം പോന്നു. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ വയനാട് പല സ്ഥലങ്ങളിൽ വയനാട് ഈ പറഞ്ഞ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുണ്ട്. കുട്ടി എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ് 2 ചെറിയ കുട്ടികളൊക്കെ ഉള്ളത്, എന്നെക്കാളൊക്കെ ഇളയ കുട്ടിയാണ്. അവൾ വയനാട്, അവിടെയൊക്കെ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ഈ ഉരുൾപൊട്ടലിൻ്റെയൊക്കെ കുറച്ചും കൂടെ പോയാൽ മതി അവളുടെ വീട്. അവൾ സേഫായ സ്ഥലത്താണെന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞു ഞങ്ങൾ വയനാട്ടിൽ സർവേ എടുക്കാനായിട്ട് ഇവരെ പിക്ക് ചെയ്യാൻ പോയ സ്ഥലമൊക്കെ അപ്പാടെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയതുകൊണ്ട് മാത്രമല്ല, പോയതുകൊണ്ട് മാത്രമൊന്നുമല്ല, മനസ്സിലേക്ക് അതൊരു ഭയങ്കര, എനിക്ക് മാത്രമല്ല, ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ചിന്തിക്കും തോറും അല്ലേ, നമുക്ക് എന്താ പറയുക, ചിന്തിക്കും തോറും ഓരോ ജീവിതങ്ങൾ പറയാൻ പറ്റില്ല. ഞാൻ എന്തോരം കരഞ്ഞെന്നറിയാം. ഞാനെന്നല്ല, എല്ലാവരും കരഞ്ഞ് വിഷമിച്ചു. ഏറ്റവും കൂടുതൽ എന്നെ നൊമ്പരപ്പെടുത്തി വരുന്നതായിരുന്നു നീതു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി, അല്ലെ ഒരു കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുള്ളതാണ്, ഒരമ്മ, ഒരു അനിയത്തി. നീതു എന്ന് പറയുന്ന അനിയത്തിയാണ് ഈ ഒരു കാര്യം, ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോലീസിനെയും തോന്നണോ അല്ല ഇൻഫോം ചെയ്തത്. അപ്പോൾ എമർജൻസീനെ ഇൻഫോം ചെയ്തു. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ ഫോൺ കോൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാകും കുറച്ചും കൂടെ ഒരു റെസ്പോൺസിബിൾ ആയിട്ട് അവർ കൈകാര്യം ചെയ്യാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. എനിക്കങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ, മറ്റുള്ളവർക്കും തോന്നുന്നില്ല. ഒരു അയഞ്ഞ ശരി എവിടെയാ. പക്ഷെ ഉരുൾ പൊട്ടി വരുമ്പോഴേക്കും ഇങ്ങനെ സാവകാശം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ നിൽക്കുന്നിടത്ത് ആ വെള്ളവും ഇതെല്ലാം ഉരുൾ പൊട്ടി ഈ സംഭവങ്ങൾ വരുമ്പോൾ എല്ലാവരും ഈ പോലീസ് വന്നവരെ അല്ലെങ്കിൽ ആൾക്കാർ ഇവരെ മാറ്റി പാർപ്പിക്കണ വരെ അവരവിടെ നിൽക്കുമോ, സാധനങ്ങൾ നിങ്ങൾ പോയിട്ടേ വരുവുള്ളൂ എന്ന് പറയുമോ. അപ്പോൾ ഇത്രയും വേഗം വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നിടത്ത് പിന്നെയും ഫോൺ കോൾ ചെയ്തതായിട്ടൊക്കെ മനസ്സിലാക്കി. അധികൃതരുടെ ഒരു അനാസ്ഥ കൊണ്ടാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല, അവരുടെ അവസ്ഥ എന്തായിരുന്നു നമുക്കറിയില്ല. പക്ഷേ എല്ലാവർക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
എനിവേ ആ ഒരു പെൺകുട്ടി, ആ അനിയത്തിക്കുട്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ ഷെൽട്ടർ ഒരുക്കുകയും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുകയും ഫോൺ കോളുകൾ വിളിച്ചു പറയുകയൊക്കെ ചെയ്തിട്ടും അതിൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്നും ഈ ലോകത്ത് നിന്ന് തന്നെ അത് വിട പറയേണ്ടി വന്നു. പറയാൻ പോലും പറ്റില്ല കേട്ടോ. നെഞ്ച് പൊള്ളുന്ന ഒരു സങ്കടമാണത്. നെഞ്ച് പൊള്ളിപ്പോണൊരു സങ്കടമാണത്. ഓർക്കാൻ പോലും പറ്റില്ല. ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ. ഞാൻ മാത്രമല്ല, ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും കണ്ണിൽ ഒരുപാട് വിഷമമുണ്ടായിട്ടുണ്ടാവും. ആ ഒരു അനിയത്തി ജീവന് വേണ്ടി എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവുമോ, തലേദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വെളുപ്പിനെ ഈ ഒരു സമയത്ത് ഞാൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ചിന്തിച്ചിട്ടുണ്ടാവുമോ? അല്ലേ? ചൂരൽമലയിലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് ആ ഒരു അതിൽ നിന്നും ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് തെന്നി അതിലേക്ക് ഈ ഒരു ഇതിൻ്റെ കൂടെ ഉരുൾപൊട്ടലിൻ്റെ കൂടേക്ക് വീണതായിട്ടുള്ളൊരു അറിവാണ്. എനിക്കറിയില്ല എത്രത്തോളം സത്യമാണോ, അല്ലെങ്കിൽ നമുക്കത് ഒരുപാട് വേദന ഉണ്ടാക്കിയൊരു കാര്യമാണ്. ഒന്നും പറയാൻ വാക്കുകളില്ല. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷത്തിലൊരു വീഡിയോ ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇതുവരെയും കുറച്ച് പൈസ നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഒന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും. പക്ഷേ ഞങ്ങളെല്ലാവരും ഒരു സഹായം, ഞങ്ങളെ കൊണ്ടാവുന്ന സഹായം എത്രയും വേഗം കൊടുക്കുന്നുണ്ട്. നാടൻപാട്ടിൻ്റെ ടീമാണെങ്കിലും പറയുന്നുണ്ട്. അല്ലാണ്ട് നമ്മുടെ ഈ ഒരു തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി കുറച്ച് കളക്ട് ചെയ്ത് കൊടുത്തു. 25 അങ്ങനെ പറയാൻ പാടില്ലായിരിക്കും, 25 lakhs. അതൊരു ചെറിയ എമൗണ്ട് ആയിരിക്കാം, എന്നാലും ഞാൻ പറയേതേ. പിന്നെ ഒരുപാട് ടീമുകളായിട്ട് കൊടുക്കുന്നുണ്ടാവാം. കൊടുത്തത് പറഞ്ഞതല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഞങ്ങളിപ്പോൾ പല അസോസിയേഷൻസ് അല്ലെങ്കിൽ പല സംഘടനകൾ, സമിതികൾ ഒക്കെ കുറേ പൈസ നമുക്ക് പറ്റാവുന്ന രീതിയിൽ കളക്ട് ചെയ്ത് അതിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നെ കൊണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിലും ഒരുപാട് പേര് ഇതിന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്ത് കഴിഞ്ഞവരുണ്ട്. അവർക്കൊക്കെ ദൈവം അവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നു മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ചിലവൻ്റെ കയ്യിൽ ചില സമയത്ത് ഇതൊന്നും കണ്ടിട്ട് പൈസ എടുക്കാതിരിക്കുന്നവരുണ്ടാവും. ചില ആൾക്കാർ, അങ്ങനെ ഞാൻ പറയല്ല ആരെ അധിക്ഷേപിച്ച്, എനിക്ക് അറിയുപോലും ഇല്ല അങ്ങനെ ഉണ്ടോയെന്ന്, എന്നാലും ഞാൻ പറയരുത്. ചില ആൾക്കാർ ഒരു പക്ഷേ പൈസ അല്ല, ഈ ഒരു അവസ്ഥ വന്നപ്പോൾ എല്ലാവരും കൊടുത്ത് കാണുമായിരിക്കും. എന്നാലും പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോഴും നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യിൽ പൈസ കണ്ട് നമ്മൾ ജീവിക്കണം എന്നല്ല ഞാൻ പറയണേ. തീരെ ബുദ്ധിമുട്ടുള്ള, ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നതായിട്ടുള്ള ആൾക്കാർ പോലും ബുദ്ധിമുട്ടുമ്പോൾ ചിലപ്പോൾ മീഡിയം വളരെ പാവപ്പെട്ട ആൾക്കാരായിരിക്കും മുൻകൈ എടുത്ത് എന്തെങ്കിലും കൊടുക്കുന്നത്, അല്ലെങ്കിൽ മീഡിയം ആൾക്കാർ. പക്ഷേ ഏറ്റവും കൂടുതൽ കഴിവുള്ള ആൾക്കാർ കുറേയൊക്കെ എനിക്ക് അനുഭവമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ അറിവിലുണ്ട് ഒരുപാട് കഴിവുള്ള ആൾക്കാർ മൈൻഡ് പോലും ചെയ്യില്ല. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടാത്തതായ ഒരു പങ്ക്, എമൗണ്ട് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുന്ന ആർക്കെങ്കിലും കൊടുത്താൽ നിങ്ങൾക്കത് നല്ലതേ ഉണ്ടാവുള്ളൂ നാളെ ഒരിക്കലും. പക്ഷെ വയനാടിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഒന്നിച്ച് നിന്നിട്ടുണ്ട്. ഇത്രയും സഹായങ്ങളും പൈസ, സ്വർണ്ണമല്ല, പൈസ, വസ്ത്രങ്ങൾ, ഫുഡ് ഐറ്റംസ്, അതാണ് ഏറ്റവും കൂടുതൽ. ഫുഡ് മാത്രമല്ല, വേണ്ടതായ പല കാര്യങ്ങൾ അടങ്ങുന്ന കിറ്റുകൾ, കെട്ടുകൾ, ചാക്കുകൾ, ബണ്ടിൽസൊക്കെ ആയിട്ട് അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ വളരെ അപ്രീഷിയേറ്റ്. ദൈവം ഈ ചെയ്തവരെല്ലാവരും ദൈവം അനുഗ്രഹിക്കുകയുള്ളൂ. അവർക്കൊക്കെ ഇനിയും നന്മ ഉണ്ടാവുകയുള്ളൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ. കാരണം അത് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ കഴിഞ്ഞത് മലയാളികളുടെ കേസിലാണോ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നതാണ് എനിക്കും എല്ലാവരെയും പോലെ എനിക്കും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും വാല്യുബിളാണ്, ശ്രേഷ്ഠമാണ്, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക, വിലപിടിപ്പുള്ളതാണ് ഈ ഒരു നന്മ, ഈ ഒരു കൂട്ടായ്മ, അല്ലേ? പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയ്ക്കാണ് ഇത് കൂടുതൽ ഉള്ളതെങ്കിൽ അതാണ് മലയാളി എന്ന് തന്നെ പറയാം. അപ്പോൾ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. കാരണം ഞാനിപ്പോൾ നിലവിൽ ഭയങ്കര ഒരു ജോലിയിലല്ല, അപ്പോൾ വർക്ക് ചെയ്തതിൻ്റെ ഒന്നും പൈസയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ടൈറ്റിലല്ല, അതിലേറെ ടൈറ്റിലാണ്. കാരണം ഫോണിൻ്റെ ഇതിൻ്റെ ഫോൺ തകർന്ന് നന്നാക്കിയതിന് നല്ല എമൗണ്ടായി. അങ്ങനെ കുറേ ദാരിദ്ര്യത്തിൽ, വിഷമത്തിലൊക്കെയാണ് ഞാൻ പോകുന്നതും ഒക്കെ. അപ്പോൾ
എന്തായാലും ഇന്ന് അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ നീതുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് നമ്മുടെ നെഞ്ച് തകരുന്ന ഒരു വിഷമം. ഒരു ജീവനല്ലേ, വീട്, സാധനങ്ങൾ, സ്ഥലങ്ങൾ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തപ്പോൾ ഞാൻ മാത്രമേ സന്തോഷിച്ചാണ്. ഒരു നിമിഷം വയനാടിൻ്റെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ, ഒരു നിമിഷം വയനാട് എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ പിന്നെ നെഞ്ച് പൊള്ളുവാണ്. കാരണം എത്ര പേരാണ് മണ്ണിൻ്റെ അടിയിൽ, മനുഷ്യരാണ്, എത്ര പേരാണ് മണ്ണിൻ്റെ അടിയിൽ ഇനിയും കിട്ടാത്ത, അല്ലെങ്കിൽ വീടുകൾ, കയറിക്കിടക്കാനുള്ള ഇടങ്ങൾ, തൻ്റേതായി ഉണ്ടാക്കിയ കാര്യങ്ങൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ മീഡിയം ജനങ്ങൾ, അതായത് സാധാരണക്കാരായ ജനങ്ങൾ ചിലപ്പോൾ സ്വരുക്കൂട്ടി ലോൺ എടുത്തും ജോലി ചെയ്തതും സ്വരുക്കൂട്ടി ഉണ്ടാക്കിയ വീടുകൾ ഒക്കെ ഒരു നിമിഷം കൊണ്ട് പോയി. രേഖകൾ, കാര്യങ്ങൾ, വണ്ടികൾ, അതിലുപരി സ്വന്തക്കാർ, കുടുംബക്കാർ, മക്കൾ, മരുമക്കൾ, അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ചെറുമക്കൾ, അനിയൻ, അനിയത്തി, ചേട്ടൻ, ചേച്ചി, ഇങ്ങനെയുള്ള എല്ലാവരെയും ഓരോരുത്തരുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. കുടുംബങ്ങൾ ഫുള്ളായിട്ട് നശിച്ചവരുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ വീടുകൾ, കാര്യങ്ങൾ, മൃഗങ്ങൾ, മിണ്ടാപ്രാണികൾ, അല്ലേ? അതാണ് ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല എന്നൊരു തെളിവാണ് ആ കാണിച്ചത്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്, പാട്ട് കേട്ടും പാട്ടുപാടിയൊക്കെ ഇരിക്കുന്നുണ്ട്. ക്യാമ്പിൽ പോയിട്ട് ഇതുപോലെ വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മളൊക്കെ അനുഭവിച്ചതാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ക്യാമ്പുകളിൽ പോയിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം ആലോചിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ അവരുടെ ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടവർ, കുടുംബത്തിലെ പലരും നഷ്ടപ്പെട്ടിട്ട് ഭക്ഷണം കഴിക്കുന്നു, കിടക്കുന്നു, ഒന്നുമില്ല, സ്വന്തം വീടായിട്ടൊന്നും പെരുമാറാൻ പറ്റില്ല. നമുക്ക് സ്വന്തം വീടിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കണ പോലെ കഴിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അതിലുപരി നമ്മുടെ കൂടപ്പിറപ്പുകളെയും നമ്മുടെ കുടുംബത്തിലുള്ള ഫാമിലിയിലെ മറ്റുള്ള അംഗങ്ങളെ നഷ്ടപ്പെട്ടവരുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ദയനീയം. ബാക്കി എന്തും പോണത് പോട്ടെ. അപ്പോൾ ഒരു വീഡിയോ കണ്ട് തന്നെ 1-2 വീഡിയോസ് തന്നെ വല്ലാണ്ട് നീതുവിൻ്റെ പോലെ തന്നെ ഒരുപാട് ഹേർട്ട് ചെയ്താണ്. ഒരച്ഛൻ അവരുടെ ഒരു കുഞ്ഞിൻ്റെ കൈ മാത്രമേ കിട്ടൂ. ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യാൻ വന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഈ വീഡിയോ ഇതൊക്കെ പറഞ്ഞ് കരഞ്ഞ് വീഡിയോ ചെയ്യാനല്ല ഉദ്ദേശിച്ചത്. വയനാടിനെ പറ്റി പറയാനായിരുന്നു വീഡിയോ, അവരുടെ വേറെ കാര്യങ്ങൾ പറയാനാണ്. പക്ഷെ ഇത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എത്രത്തോളം അത് കണ്ടിട്ട് എൻ്റെ നെഞ്ചു പൊട്ടി. എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ് ആ വീഡിയോ കണ്ടത്. ഒരു കുട്ടിയുടെ കൈ മാത്രമേ കിട്ടി, അവശേഷിച്ചുള്ള അച്ഛന് ദഹിപ്പിക്കാനായിട്ട്. എന്തിനാണ് നമ്മൾ വളർത്തി വലുതാക്കിയത്? ഇത്രയല്ലേ. അപ്പോൾ പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഇങ്ങനെ കരഞ്ഞ് ചീപ്പ് സെൻറ്റിമെൻറ്റ്സിന് വേണ്ടിയല്ല, കരഞ്ഞു പോണതാണ്. നമ്മുടെ കൂടപ്പിറപ്പുകളല്ലേ എല്ലാവരും, അല്ലേ? ഇവരെല്ലാവരും നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. അവർക്ക് വേണ്ടി പബ്ലിക്കിലിരുന്നു കരയുന്നു എന്നുള്ളതല്ല. നമ്മൾ എവിടെ ഇരുന്ന് കരഞ്ഞാലും അവർക്ക് വേണ്ടി ചിന്തിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു നിമിഷം പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി കരയുകയും ചെയ്യുന്നത് അതൊരു തെറ്റാണെന്ന് എനിക്കറിയില്ല. അത് വ്യൂ കിട്ടാനോ കാര്യങ്ങൾക്കോ അല്ല. ഷെയർ ചെയ്യുന്നു. എനിക്ക് എൻ്റെ മനസ്സിൽ നിന്നൊന്ന് മാറ്റണം. ഇനി പോയി, ഇനി എടുക്കാനുള്ളവരെ കിട്ടാനുണ്ട്. പക്ഷേ മനസ്സ് ചില നേരത്ത് ഡൗണായി പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോ കട്ടാവാൻ സാധ്യതയുണ്ട്. വീഡിയോ കട്ടായിപ്പോയി. കാരണം ഫോണിൻ്റെ കോള് വന്ന്, ഫോണിൻ്റെ EMIയുടെ അത് അടച്ചിട്ടില്ല. ഇതൊക്കെ വീഡിയോ കൂടെ പറയണേ എന്തിനാന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഇരുന്നിട്ട് പോലും. ഓക്കെ, അപ്പോൾ ഒന്നും പറയാനില്ല. നോ വേർഡ്സ് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ എനിക്ക് അതിലേറെ കുറേ വീഡിയോസ് കണ്ടു. അതിലേറെ ഒരുപാട് വിഷമമുണ്ടായ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. രണ്ടാമത് അത് കാണാൻ പോലും പറ്റില്ല നമുക്കത്. ഒരു ഫാമിലിയിലെ 3 ആൺമക്കൾ, അതിൽ മൂത്ത ആൾ ഒരു ജനലിൻ്റെ ഒരു ഇതിൽ പെട്ടുപോയിട്ടോ. ഒരു ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു, ഇൻസ്റ്റാഗ്രാമിലാന്ന് തോന്നുന്നു. അപ്പോൾ ജനൽ അന്ന് അടഞ്ഞിട്ട്
ഈ സംഭവങ്ങൾ കയറി വരുന്നോണ്ട്, ഐ മീൻ ഇങ്ങനെ വെള്ളം വരുന്നോണ്ടേ, വെള്ളവും സംഭവങ്ങളൊക്കെ വന്ന് തടയണ കാരണം ജനാലോടുകൂടി ഇടുങ്ങിപ്പോയി. അവിടുന്ന് വരാൻ പറ്റുന്നില്ല അവർക്ക്. ആ ഒരു പ്രസ്തുത ആ ഒരു അനിയൻ എന്ന് പറയാൻ, ഒരു മോന്, വലിയൊരു ചെറുക്കനാണ്, വലിയൊരു 10-30 വയസ്സൊക്കെ തോന്നി, 25-30 ഇടയ്ക്ക് ഒരു അനിയൻ, ആ ഒരു സഹോദരന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ പറ്റിയില്ല. പക്ഷെ 2 അനിയന്മാർ അതിനെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഉപ്പയും ഉമ്മയും വേറെ സ്ഥലത്താണ്. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അനിയന്മാരോട്, നിങ്ങൾ രക്ഷപ്പെട്ടോ, എന്നെ ഇനി നോക്കണ്ട, നിങ്ങൾ ഉപ്പനും ഉമ്മേനെയും നോക്കണം, ഉപ്പനും ഉമ്മേനെയും കൈവിടരുത്, അവർ രക്ഷിക്കണം, അവർ രണ്ടുപേരും കൈവിട്ട് കളയരുത്, അവർ രക്ഷിക്കണം, നിങ്ങൾ പൊക്കോ, എന്നെ ഇനി നോക്കണ്ടെന്ന്. ഒരു മനുഷ്യൻ്റെ അവസ്ഥയെ അവസാനം ജീവൻ വെടിയാൻ പോകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് അവിടെ വന്നു അല്ലേ. സ്വന്തം ജീവൻ വെടിയാൻ പോകുന്നു എന്നൊരു തിരിച്ചറിവ് മനസ്സിലായപ്പോൾ ഉള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണല്ലേ. നമ്മളൊന്ന് ആലോചിച്ച്, എനിക്കത് ഏറെ എന്നെ ഹേർട്ട് ചെയ്യിപ്പിച്ചൊരു വീഡിയോ ആണത്. ആ അനിയന്മാരിരുന്ന് പറയുന്നതാണ് അത്, നിങ്ങൾ പൊക്കോ, ഉപ്പേനും ഉമ്മേനെയും കൈവിടരുത്, അവർ രക്ഷിക്കട്ടെ, അവർ രക്ഷിക്കുക, പിന്നെ അവരെ നോക്കണോട്ടോ ഉപ്പേനും ഉമ്മേനെയും, എന്നെ ഇനി നോക്കണ്ട എന്ന്. സ്വയം മരണം അറിഞ്ഞുകൊണ്ട് മരണം വരിക്കുക എന്ന് പറയും. അതാണ് ജീവിതത്തിൻ്റെ അവസ്ഥ. നമ്മൾ ഇന്നൊന്നുമല്ല തിരിച്ചറിയിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ആരും ഒന്നുമല്ല. കാരണം ശരിയാണ്, മലനാട്, ഇടനാട്, തീരപ്രദേശങ്ങളെല്ലാം കൂടിയ നമ്മുടെ ഈ കേരളം പല രീതിയിൽ പല സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ മലനാടുകളിൽ ഇങ്ങനെ വിഷയമാണെങ്കിൽ ഇടനാടിൽ എനിക്കറിയില്ല, എന്നാലും തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ആ ഒരു പ്രശ്നമുണ്ട്. അത് വളരെ രൂക്ഷമായതാണ്. ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ കാര്യം പറയുന്നുണ്ട്, ചിലർ പറയുന്നു പൊട്ടുന്നില്ലെന്ന്, ചിലർ പറയുന്നു പൊട്ടുമെന്ന്. നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ല, അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നമ്മുടെ എറണാകുളം അടക്കമുള്ള പല ജില്ലയും കുറേ പോകാനായിട്ട് സാധ്യതയുണ്ട്, ഈവൻ പൊട്ടിക്കഴിഞ്ഞാൽ. പക്ഷേ ഈ പറയുന്ന പോലെ വെള്ളം വളരെ ഫാസ്റ്റായിട്ട് വരില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞുള്ളത്. നമുക്കിതിൻ്റെ ഒരു സത്യാവസ്ഥ നമുക്ക് അറിയില്ല, ഒന്നും അതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കുന്നുമില്ല. അപ്പോൾ ഒരുപാട് ജീവിതങ്ങൾ മനുഷ്യനല്ലേ, നമ്മുടെ കൂടപ്പിറപ്പുകളല്ലേ മണ്ണിനടിയിലൊക്കെ പെട്ടുപോയി. എനിക്ക് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം, പോട്ടെ, നമ്മുടെ കഴുത്ത് വെട്ടുക, അല്ലെങ്കിൽ നമ്മുടെ കത്തിക്ക് നമ്മളെ കുത്തുക, വെടിവെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേദനാജനകമാണ്. ഒരു വണ്ടിയുടെ അടി പോവുക, ഓക്കെ, ഇതൊക്കെ വേദനാജനകമായ മരണങ്ങളായിരിക്കാം, ഒരു മരണത്തിനുള്ള കാരണങ്ങളാണ് ഇതൊക്കെ. തീ പൊള്ളി മരിക്കുക, ഓക്കെ. പക്ഷെ ശ്വാസം മുട്ടി മരിക്കുക എന്ന് പറയുന്നത് മരണം അറിയുന്നതാണ്. മരണത്തിൻ്റെ ഭീകരത ശരിക്കും വേദനയല്ല, ശ്വാസം മുട്ടെന്ന് പറയുന്നത് അത് പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ചു നേരം ശ്വാസം പിടിച്ചിരുന്ന് നോക്കി, അപ്പം ശ്വാസം മുട്ടിയാണ് ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ മരണപ്പെട്ടിട്ടുള്ളത്. ശ്വാസം കിട്ടാതെയാണ്. വാഗൺ ട്രാജഡിയിൽ മരിച്ച ഒരവസ്ഥ തന്നെ അല്ലേ. വാഗൺ ട്രാജഡിയിൽ ജനങ്ങളെ തിക്കിത്തിരക്കി ഒരു കമ്പാർട്ട്മെൻറ്റോ ഒരു ബോഗിയിലേക്ക് തിക്കി നിറച്ച് ശ്വാസം കിട്ടാതെ പരസ്പരം എല്ലാവരും മാന്തി കീറി കടിച്ച് പറിച്ച് ശ്വാസം കിട്ടാതെ ഞെരുങ്ങി മരിച്ചു. വാഗൺ ട്രാജഡി ബ്രിട്ടീഷുകാർ ചെയ്തതാണ് ഇന്ത്യക്കാരോട്. അപ്പോൾ അതുപോലെ തന്നെ കല്ലും മണ്ണും മൂക്കിലും വായിലും കയറി ശ്വാസം കിട്ടാണ്ട് പിടഞ്ഞ എത്ര ജീവനുകൾ, എത്ര കുഞ്ഞുങ്ങൾ, എത്ര മനുഷ്യർ, എത്ര മണ്ണും വെള്ളവും എല്ലാം മൂക്കിൽ, പല സാധനങ്ങളും മേത്ത് കല്ലൊക്കെ വീണ് വൃക്ഷങ്ങൾ. അപ്പോൾ മനുഷ്യ ജീവിതമാണ് ഉറുമ്പുകൾ മരിക്കുന്ന പോലെ. ഒരു എന്താ പറയുക, ഏതൊരു ജീവനും വിലയുണ്ട്, പക്ഷെ മനുഷ്യനാണ് ഇങ്ങനെ മരിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിന് വിലയുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, മനുഷ്യനാണ് മരിച്ചിരിക്കുന്നത്. നമുക്കത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റും. നമ്മുടെ സഹജീവികളാണ് അല്ലേ. ഏതൊരു ജീവനും നമുക്ക് വിലയുള്ളതാണ്. അവരുടെ ജീവൻ നശിച്ചാലും നമുക്ക് സഹിക്കാൻ പറ്റും, നമ്മൾ അതിന് കരുതലെടുക്കണം. പക്ഷേ ഒരു ഭീകരമായൊരു മരണം, ഒരുപാട് മരണങ്ങൾ നമ്മളെ ഒരുപാട് അത് തന്നെയാണ് പറയാനുള്ള. ശ്വാസം മുട്ടിയുള്ള ഒരു ഭീകരമായ മരണം, അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ശ്വാസം മുട്ടെന്ന് പറഞ്ഞ സംഭവം, ശ്വാസം മുട്ടി മരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒട്ടും എനിക്ക് പറ്റില്ലാത്തൊരു കാര്യമാണത്. അതനുഭവിക്കേണ്ടി വന്നു.
അവരെക്കുറിച്ച് ഓർത്ത് ദീർഘനിശ്വാസം വിടാം. ഇനി ആ ഭാഗത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങളല്ലാതെ വേറൊന്നും ഇനി ആപത്തിൽ നിന്നും തടയാൻ വേറൊന്നും ചെയ്യേണ്ടതില്ല. പിന്നെ വേറൊരു കാര്യം പറയാനാണ് മെയിനായിട്ട് ഈ വീഡിയോ ഇട്ടത്. ഇതുപോലെ ഒരുപാട് സഹായങ്ങൾ ഒരുപാട് പേര്, ഈവൻ ഗൾഫിലെ ആൾക്കാർ, നമ്മുടെ മലയാളികളാവട്ടെ മലയാളികളല്ലാത്തതാവട്ടെ, നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഗൾഫിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസിലുള്ള ആൾക്കാർ വരെ മേ ബി ഇവിടെ സഹായങ്ങൾ നൽകിയിട്ടുണ്ടാവാം. അപ്പോൾ നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ പൈസ മുടക്കിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻസും കേരളത്തിന് പുറമേയുള്ള ഒരുപാട് പേര് സെലിബ്രിറ്റീസ്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ, ഗൾഫുകാർ, എല്ലാവരും ഒന്നിനൊന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ, ഈവൻ തുണിക്കടകളിലെ മുതലാളിമാർ അല്ലേ, അവരൊക്കെ ഒരുപാട് തുണികൾ കൊടുത്ത വീഡിയോസും കണ്ടിട്ടുണ്ട്. അവരൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ തട്ടി തന്നെ അവരോടൊക്കെ നന്ദി പറയുന്നു. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, ഒരു കാര്യം ഗവൺമെൻറ്റിനോടായിട്ടും കൂടെ എൻ്റെ ഒരു അപേക്ഷ, ഈ വീഡിയോ ഗവൺമെൻറ് കാണുന്നല്ല ഞാൻ പറയണേ, പബ്ലിക്കായിട്ട് ഞാൻ വന്നിരുന്ന് പറയുന്ന ഒരു അപേക്ഷയാണ്. കാരണം ഒരുപാട്, അത് മറ്റുള്ളവരും പറയുന്നുണ്ട്, എന്നാലും ഒരുപാട് ഫുഡ് ഐറ്റംസ് അതുപോലെ എക്സ്പയർഡ് ആയി പോകുന്ന സാധനങ്ങൾ, എന്താ പറയുക, ഒരുപാട് എക്സ്പയർഡായി ഡേറ്റ് നമുക്ക് ഉപയോഗശൂന്യമായി പോയേക്കാവുന്ന സാധനങ്ങൾ അധികം ഒരുപാട് കെട്ടുകണക്കിന് കൊണ്ടുവരാതിരിക്കുക. എസ്പെഷ്യലി ഫുഡ് പെട്ടെന്ന് കഴിക്കാനുള്ളത് ഐറ്റം മാത്രം എടുക്കുക. ഒരുപാട് കാലങ്ങൾ അതിൻ്റെ എക്സ്പയറി എന്ന് വരെ ഒരുപാട് സാധനങ്ങൾ വേസ്റ്റായി പോകരുത്. കാരണം അവർക്ക് വേണ്ടത്രയും, അവരുടെ പരിമിതി നോക്കുക, അവർക്ക് വേണ്ടത്രയും എത്തിക്കുക. അല്ലാതെ ഫുഡ് മാത്രമായിട്ട് ഒരുപാട് വേണ്ട, എല്ലാ ഐറ്റം ഫുഡ് കൊണ്ടുവന്നാൽ അത്രയും ഉപകാരം. ഇത്രയും ബുദ്ധിമുട്ടുള്ളവർക്ക് എല്ലാ പോഷകത്തിലുള്ള ആഹാരങ്ങൾ വേണം അവിടെ. പക്ഷേ അവർക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത്, ഫുഡ് കഴിഞ്ഞിട്ട് എന്താണ് വേണ്ടത്, ഡ്രസ്സുകൾ, അവർക്ക് സുരക്ഷിതമായി നിൽക്കാനും കിടക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. പിന്നീട് അവർക്ക് നഷ്ടപ്പെട്ടവരെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, സഹോദരങ്ങളെയോ കുടുംബക്കാരെയൊന്നും, മാതാപിതാക്കളെയോ മക്കളെയൊന്നും. എന്നാൽ അവർക്ക് വേണ്ട ചില സൗകര്യങ്ങൾ, അതായത് എത്രയും വേഗം എല്ലാവരും പറയുന്നതാണ്, മാറി തുണി കൊടുക്കാൻ തുണി വേണം, തുണി മസ്റ്റ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റംസ്, കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സാനിറ്ററി നാപ്കിൻസ്, പാഡുകൾ, അങ്ങനെയുള്ള ലേഡീസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, പാഡ്സ്, അതുപോലെ അതൊക്കെ വേണം, അത് വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് കിടക്കാനും കട്ടിലുകൾ അല്ലെങ്കിൽ കസേരകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഒരുപാട് കാര്യങ്ങൾ, എന്താണ് പറയുക, ഏറ്റവും അവർക്കിപ്പോൾ അവരുടെ കൂടപ്പിറപ്പുകൾ എല്ലാവരും പോയാലുള്ള വിഷമം ഉണ്ടെങ്കിൽ പോലും അവർക്ക് വേറൊരു കാര്യം വേണ്ടത്, അവർക്ക് എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുക. ഇത്രയും ആൾക്കാർ പൈസ ഇടുന്നുണ്ടെങ്കിൽ, ഇത്രയും പൈസകളൊക്കെ വരുന്നുണ്ട്, ഒരുപാട് പൈസയായിട്ടും വരുന്നുണ്ട്, സാധനങ്ങളായിട്ട് വരുന്നത് ആവശ്യത്തിലേറെ ആയെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യിക്കാൻ ഒരു ഓർഡർ ഇടുക. പൈസയായിട്ട് വരുന്നത് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുകയും അതുപോലെ അവർക്ക് എല്ലാവർക്കും വീടുകൾ വെച്ച് നൽകണം എന്നത് എൻ്റെ ഒരു അപേക്ഷയാണ്. സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അവർക്ക് വീട് വെച്ച് നൽകണം, എൻ്റെ ഒരു പ്രാർത്ഥനയാണ്. കാരണം അവരെല്ലാവരും വീടില്ലാണ്ട് ഇങ്ങനെ കിടന്ന് അവരുടെ അവർ ഡിപ്രസ്ഡായി പോവുകയേ ചെയ്യുള്ളൂ. അവർക്ക് വേണ്ട, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പഠിക്കാനുള്ള കാര്യങ്ങൾ, സാമഗ്രികൾ, വീട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ഓരോരുത്തർക്കും മേടിച്ചു കൊടുക്കുക. അതിനുള്ള എമൗണ്ടൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്, കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവാം എന്നൊക്കെ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു അപേക്ഷയാണ്, ഞാൻ ഒരിക്കലും ഗവൺമെൻറ്റിനെതിരെ പറയല്ല, എൻ്റെ ഒരു അപേക്ഷയാണിത്. കാരണം എത്രയും വേഗം അതിനൊക്കെയുള്ളൊരു എമൗണ്ട് ചെറിയ വീടുകളാണെങ്കിലും വെച്ച് കൊടുക്കണേ, അതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടി, മരിച്ചവർക്കും, മരിച്ച് നമ്മളൊന്നും കാണാതെ മണ്ണിനടി കിടക്കുന്നവരുണ്ടാവാം, മരിച്ച് കണ്ടെത്തിയവരുണ്ടാവാം, അത് എല്ലാവർക്കും വേണ്ടി ഹൃദയമറന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് പറയാനുള്ള, ഇനിയും അവിടെ ക്യാമ്പുകളിൽ ഉറ്റവരെയൊക്കെ നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്ര പറയാനുള്ളൂ.